ഹായ് ഹലോ വെൽക്കം ടു VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ്. സോ ഇന്ന് നമ്മൾ VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടിയിൽ വന്നിരിക്കുന്ന ഒരു പുതിയ സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. VLCCയിൽ സ്കിൻ അഡ്വാൻസ് കോഴ്സിൽ 13 തരം സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. പുതിയതായിട്ട് ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്, മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇന്ത്യയിൽ മറ്റെങ്ങും പഠിപ്പിക്കാത്ത VLCCയിൽ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണ് മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ്. സോ മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ലാബിൽ കയറി കണ്ടു നോക്കാം. സോ നമുക്ക് മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സ്കിൻ ഫാക്കൽറ്റി ദേവിക മാമിനോട് തന്നെ ചോദിക്കാം. ഹായ്, ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് മയോലിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് സ്കിന്നിൽ ആക്ച്വലി ഇവിടെ ഒരു 13 വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കറൻ്റ്ലി അഡ്വാൻസ് കോഴ്സസിലുണ്ട്. അതിലിപ്പോൾ റീസെൻ്റ്ലി ആഡ് ആയിട്ടുള്ള ഒന്നാണ് മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇന്നിപ്പം ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയും നമ്മൾ ഈ മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ മൈക്രോ കറൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇതിൻ്റെ ഗാഡ്ജറ്റ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹാൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാർജബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഗാഡ്ജറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെ ഉപരി ഈ പറയുന്ന മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെയിൻലി നമ്മൾ ഏജ്ഡ് സ്കിന്നർക്ക് ഫൈൻ ലൈൻസ്, സാഗിനെസ്, റിങ്കിൾസ്, ഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ, പിഗ്മെൻറ്റേഷൻ എന്നിവയുള്ള കസ്റ്റമേഴ്സിനാണ് നമ്മളിത് കൊടുക്കുന്നത്. പൊതുവേ നമ്മൾ ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് പല സിറ്റിങ്സിന് ശേഷമായിരിക്കും ഇവർക്കൊരു വിസിബിൾ റിസൾട്ട് കിട്ടുക. ബട്ട് മയോലിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയാണ്, ഒരു സിംഗിൾ സിറ്റിങ്ങിൽ നമുക്കിത് റിസൾട്ടബിൾ ആക്കി തരാം. അതായത് ഒരു കസ്റ്റമറിന് ഒരൊറ്റ ടൈം വൺസ് എ വൈൽ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ നമുക്കിതിന് 100% റിസൾട്ട്, അതായത് ഇവരുടെ ഫേസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ നമുക്ക് എടുക്കുമ്പം തന്നെ അതിലുള്ള ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. സോ അതിലുപരി ഇതിനൊരു ആഫ്റ്റർ കെയർ, നമുക്കിപ്പം കെമിക്കൽ പീൽ അല്ലെങ്കിൽ MDA ലേസേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആഫ്റ്റർ കെയേഴ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം. പക്ഷെ മയോലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആഫ്റ്റർ കെയർ 0 ആണ്. ഇതിന് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി, നത്തിങ്. അതിൽ കൂടുതൽ നമ്മളൊരു ആഫ്റ്റർ കെയർ, അതിൽ ഫേസ് വാഷ് ചെയ്യാണ്ടിരിക്കുക, സ്ക്രബിങ് ചെയ്യാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു മെത്തേഡ് ഒന്നുമില്ല. നമുക്ക് 0 ആഫ്റ്റർ കെയർ ആണ് ആക്ച്വലി നമുക്ക് പറയാം. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതിലുപരി ഇത് വളരെ ഫ്രണ്ട്ലി ആണ്. നമ്മളിപ്പോൾ ലേസർ ചെയ്താലും അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഫേസിൽ ഉണ്ടാകാവുന്ന ഒന്നാണ്. ബട്ട് മയോലിഫ്റ്റ് ട്രീറ്റ്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള സെൻസേഷനോ, ഇതൊരു സബ് സെൻസറി ആയിട്ടാണ്. അതായത് കസ്റ്റമറിന് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനോ ത്രൂ ദ പ്രൊസീജിയർ ടൈമിൽ കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറിനും തെറാപ്പിസ്റ്റും ചെയ്യാൻ പറ്റുന്ന 100% റിസൾട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മയോലിഫ്റ്റ് എന്ന് പറയുന്നത്.